ഫ്രണ്ട് വന്നിട്ടുണ്ട്. മച്ചു സുഖല്ലേ? എടാ മോനെ, മച്ചു സുഖാണ്. ഇതെന്റെ അനിയനാണ്, അറിയാമോ? ഈ പച്ച ഷർട്ടിട്ട് എൻ്റെ അനിയനാണ്. നമ്മൾ രണ്ടാളും ഇരട്ടയാ. അതൊക്കെ അറിയാ. എൻ്റെ അനിയൻ്റെ പേരെന്തിനു? നമ്മളെ അനിയൻ്റെ പേര് ജോൺ എന്നാ. എൻ്റെ പേര് എനിക്കറിയാലോ. എൻ്റെ പേര് ആർക്കും അറിയാത്തേ? എന്തിനിഞ്ഞ് വന്നേ? ഞാൻ പുതിയ വീടെടുത്തടാ. പുതിയ വീടാ? അപ്പോ എടാ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാടാ, പേടിക്കണ്ട. ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്തായാലും നമ്മളെ ബൈക്കങ്ങ് എടുക്ക്. അയ്യോടാ, എൻ്റെ ബൈക്കിലാക്കിയ ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒന്നും സീനില്ലടാ. നമുക്ക് നടന്നു പോവാം, ഒന്ന് വ്യായാമമായോട്ടെ നമ്മളെ. അപ്പം ഇൻ്റെ കാറിനോ? എടാ, എൻ്റെ കാറിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എടാ. ഓ, കംപ്ലൈൻറ്റോ? എന്നാൽ കുഴപ്പമില്ല. എന്നാ വേമ്പ ഇഞ്ഞെന്തിനാ അനിയൻ്റെ കൂട്ടിയേ? എടാ, അനിയൻ വാശി പിടിച്ചടാ. എന്തെങ്കിലും ആട്ടെ. എൻ്റെ പപ്പയും മമ്മയും ദുബായിലല്ലേ ഉള്ളേ? ആടാ, എൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഓട്. ആടാ എടാ, ഓടി ഓടി ഞാൻ ക്ഷീണിച്ചടാ. എടാ, അതിന് കൈനടാ. ഇതെന്തിയാ നമ്മളെ വീട്? ഇതാണോ വീട്? എടാ, അതാരെയാണ് BMW? അതെന്റെയാടാ. എങ്ങനെയുണ്ട്? എവിടെ സീന് BMW? എടാ, ഒന്നും ഓടിക്കാൻ തരുമോടാ? പോടാ പോടാ. പുതിയ BMW. എടാ, ഒന്ന് താടാ, ഞാൻ ഒന്ന് തൊട്ടോക്കട്ടെ. എടാ, തൊടല്ലടാ. ഇന്നോടല്ലേ പറഞ്ഞ തൊടല്ലാന്ന്? എടാ, കുഴപ്പമൊന്നും ഇല്ലടാ. എടാ, തൊടല്ലാണ്. ഇന്നോടല്ലേ പറഞ്ഞ തൊടല്ലാന്ന്? എടാ, സൂര്യടാ, അറിയാണ്ട് തൊട്ടുപോയതാ. എല്ലാം പിന്നെ എൻ്റെ അനിയനെ നോക്കടാ. എന്ത് പരിപാടി എടുക്കാൻ എടാ, സൂര്യ നീ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലടാ. എടാ, എൻ്റെ കറിയോടും എൻ്റെ വണ്ടിയിൽ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചെന്ന് പോരാ. എന്തായാലും ഗൈസ്, ഇവനിക്ക് ഭയങ്കര ജാടയാണ് ഗൈസ്. നമുക്ക് എന്താക്കാം, വേഗം പോവാം. ഇവൻ്റെ അടുത്ത് നടിയിട്ട് നമുക്ക് മതിയായി ഗൈസ്. നമുക്ക് എന്താക്കാം, ഇവിടെ നിന്ന് ആരെങ്കിലും ലിഫ്റ്റ് ഓട്ടോ ആറ്റം വരുമോ നോക്കാം ഗൈസ്. ഓട്ടോ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓട്ടോ ഒന്നും വരുന്ന കാണുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ ബസ് കിട്ടി. ചേട്ടാ, ബസ് നിർത്ത്. അപ്പോൾ ഗൈസ്, നമുക്ക് ബസ് കിട്ടിയിട്ട് നമുക്ക് ബസ്സിലേക്ക് കയറാം ഗൈസ്. നമ്മളിതാ ബസ് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ചേട്ടാ, ഒരു ടിക്കറ്റ്. മോനെ, എവിടുത്തേക്കാ? നമ്മുടെ വീടെന്ന് വെച്ചാൽ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്. പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോ? ഒരു 30 രൂപ. 30 രൂപയാ? എന്നാ പിടി ചേട്ടാ. അപ്പോൾ ഗൈസ്, 30 രൂപയുള്ളൂ ഗൈസ് ഇവിടുന്ന് അവിടം വരെ പോന്. ഒരു റൗണ്ട് അടിച്ചാണ് പോകുന്നത്. ഇവിടെ ആൾക്കാർ കയറ്റാനുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരില്ലാന്ന് തോന്നുന്നു. കസ്റ്റമേഴ്സ് ഇപ്പോൾ എനിക്ക് കുറവാന്നാ തോന്നുന്നത്. ചേട്ടാ, കസ്റ്റമേഴ്സ് കുറവല്ലേ? ആടെ മോനെ, എന്താ പറയുക. ഇപ്പം ഇനി വന്നതെന്നാ ഭാഗ്യം. 1-2 ആൾക്കാരായിട്ടാണ് കയറുന്നത്. ഇപ്പോൾ ഈ ദിവസമായി ഇനി മാത്രം കയറിയിരിക്കുന്നു. എന്ത് ചെയ്യാനാ? എന്താ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും കയറുന്നില്ല അല്ലേ? ആടെ മോനെ, ആരും പുറത്തിറങ്ങുന്നതില്ല, കൊറോണ ആയതുകൊണ്ട്. അതൊരു കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഇയാളൊന്ന് കേട്ടട്ടെ. കയറി ഗൈസ്. കേറിയോ ഗൈസ്? ടിക്കറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളെ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, നേരെ അങ്ങോട്ടേക്ക് കയറ്റാം. അയ്യോ, ബോസ് ഇവിടെ നിർത്തിയാൽ മതി. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ശരി. അപ്പോൾ ഗൈസ്, അവൻ BMW അല്ലേ എടുത്തേ? നമ്മൾ അതല്ല, റോൾസ് റോയ്സ് വരെ എടുക്കും ഗൈസ്. നമുക്ക് ന്യൂസ് ചാനൽ വല്ല പിന്നെ റാമ്പിങ് ആയിട്ടുണ്ടോ നോക്കാം. വല്ല ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് എന്തായാലും ന്യൂസ് അങ്ങ് വെക്കാലേ. റാമ്പിങ് ഏതാണ് ഇപ്പം ഉണ്ടാവുക? എന്തായാലും നമുക്ക് വെക്കാം ഗൈസ്. റാമ്പിങ് അടിക്കട്ടെ.
നമ്മുടെ റാമ്പിംഗ് സിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റാമ്പിംഗ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചാടിപ്പിച്ചിട്ട് 3 വണ്ടികളുണ്ടാവും. 3 വണ്ടിയല്ല, 3 വണ്ടികളുണ്ടാവും. ആ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആരാണോ ചാടിപ്പിക്കുന്നത് അല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ അപ്പുറത്തെത്തണം. അതാണ് റാമ്പിംഗ് 1. അതിൽ കിട്ടുന്നവർക്ക് ഒരു $10,000 സമ്മാനമായി ലഭിക്കുന്നത്. എന്തായാലും എന്താക്കാം, ഈ റാമ്പിംഗ് ഇവിടം വരെ തുള്ളിപ്പിക്കാനാണ് ഇത് വരുന്നത്. ഇന്നത്തെ ഈ റാമ്പിങ് ഇതായിരുന്നു. ഇനി നാളെ ഒരു റാമ്പിങ് ടെസ്റ്റായിട്ട് കാണാം. അല്ല, പിന്നെ വേറൊരു 2ാമത്തെ റാമ്പിങ് എന്ന് വെച്ചാൽ ഇതൊന്ന് കയറ്റണം. അതാണ് വേറെ. അതിന് വരുന്നത് ഒരു 10 കോടിയാണ്. അതെന്താ വെച്ചാൽ ജീവൻ വരെ പണയം പോവും. ഇതാണ് കുഴപ്പമില്ല. അതുകൊണ്ടാണ് $10,000 വരുന്നത്. എന്നാൽ ശരി, അടുത്ത ന്യൂസ് ചാനലിലേക്ക് കാണാം. ടാറ്റാ ബൈ, സീ യു ഗൈസ്. കിട്ടി. നമുക്കെന്താക്കാം, നമ്മൾ ആ ബൈക്കിലെടുത്ത് പോവാം ഗൈസ്. ബൈക്കാണ് സേഫ്റ്റി ഫുൾ ഫോർ ബൈക്ക് എടുക്കുവാപ്പാ. ഗൈസ്, നമ്മൾ ബൈക്കൊക്കെ എടുത്ത് റെഡിയിൽ നിൽക്കുന്നതാണ്. ഇനി എന്താക്കാം, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അയ്യോ, നമ്മൾ ഡിഫൈൻഡർ ഒന്ന് റിപ്പയറിങ്ങിന് കൊടുക്കണം. അതിന് ആള് വരും നാളെ. അപ്പോൾ ഗൈസ്, ഇന്ന് എനിക്കൊരു 1,15,000 രൂപ കിട്ടും. ഫസ്റ്റത്തെ റാമ്പിന് പോവാം ഗൈസ്. അവിടെ ആളുണ്ടോ നോക്കാം ഗൈസ്. നമുക്കവിടെ ഇവിടെയാണ് പറഞ്ഞത് ഗൈസ് നമ്മളെ ലൊക്കേഷന്. ഒയ്യോ, ഇവിടെയാണ് നമുക്ക് എന്തായാലും നിർത്തിയിട്ട്. അതാ ഈ ചേച്ചിയാന്ന് പറഞ്ഞേ. ചേച്ചി, ഞാൻ പേര് കൊടുക്കാൻ വന്നെയാണ് ചേച്ചി. എനിക്ക് മനസ്സിലായി. ഫ്രാങ്ക്ലിൻ എന്നല്ലേ പേര്? എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഫ്രാങ്ക്ലിൻ എന്നേ. എത്രയാ? $10,000 അല്ലേ? മോനെ, ഇനി വേഗം പോയി വണ്ടി എടുത്ത് റാമ്പ് ചെയ്തോ. എവിടുന്നാന്ന് വെച്ചാൽ റോഡ് തൊട്ടാണ് തുടങ്ങണ്ടേ. ചേച്ചി, താങ്ക് യു പറഞ്ഞതേന്. ചേച്ചി പോയിക്കോ ചേച്ചി. ഓക്കെ, ഞാൻ പോയിക്കോളും. നമുക്കെന്താ, നമ്മളെ റാമ്പിങ് എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. കാണിച്ചുതരാം. ഇവിടുന്ന് തൊട്ട് കറക്റ്റ് ആക്കണം, എന്നാലും നമുക്ക് 15,000 കിട്ടും. ഓക്കെ, ഇവിടുന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. നമ്മളിന്ന് ചാടിപ്പിക്കും. ചാടടാ ഗൈസ്. ബ്രേക്ക് പിടിക്കണം ഗൈസ്. അടുത്ത് ബ്രേക്ക് പിടിക്കണം. അയ്യോ, ഗൈസ് റിസ്ക്. നമ്മളെ വണ്ടി അടത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൽ ജയിച്ചിട്ടുണ്ട്. നമ്മളോട് ഹെൽമെറ്റ് ഇടാനും മറന്നുപോയി. നമ്മളെ വണ്ടി അടത്തിയിട്ടുണ്ട്. ചേച്ചീനോട് ചോദിച്ചു നോക്കാം നമ്മൾ ജയിക്കോ ഇല്ലയോ എന്ന്. വണ്ടി അടത്തിയില്ലേ, അപ്പോൾ ജയിക്കണ്ടേ. എന്നാരും വിളിക്കുന്നുണ്ടല്ലോ. എടാ മോനെ, നീ കളിക്കാം നിനക്ക്. എനിക്ക് ഉണ്ട് ഗൈസ്. ഞാൻ വീണുകൊണ്ട് അവിടെ എത്തുകയും ചെയ്തില്ല ബൈക്ക്. അതുകൊണ്ട് ആണ് ഗൈസ്. നമ്മളെ ആ ചേച്ചി വിളിച്ച് പറഞ്ഞാണ്. എന്തായാലും നമുക്ക് കളിക്കാം ഗൈസ്. നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ റോഡിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് തുടങ്ങി. നമ്മളെന്താക്കാം, നമുക്ക് ഫുൾ സ്പീഡിൽ വേണം പോകാൻ. അത് ഹെൽമെറ്റ് ധരിക്കാത്തതുകൊണ്ട് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് ആടുന്ന് തുടങ്ങാം. ആ റോഡിൻ്റെ ഇപ്പുറത്തേനും ഗൈസ്. ഞാൻ ആടുന്നായി പോയി. ഓക്കെ, സെറ്റ്. അയ്യോ, ഇവിടുന്നല്ലേ. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്, ഗോ. എടാ ഫ്രാങ്ക്ലിനെ, നിനക്കാവും ഫ്രാങ്ക്ലിൻ. അയ്യോ, ഹെൽമെറ്റ് വെക്കാൻ മറന്നുപോയി. ഹെൽമെറ്റ് വെക്കാൻ മറന്നുപോയി ഗൈസ്. നമുക്ക് എന്താക്കാം, ഹെൽമെറ്റ് വെക്കാം. നമ്മൾ രാവിലത്തെ നമ്മളെ കളിപ്പിച്ചില്ലേ, നമുക്ക് സങ്കടമായി ഗൈസ്. നമ്മളെ ബോഡി ഗാർഡൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ. നമ്മളെ നല്ല ഒരു ബോഡി ഗാർഡ് നമ്മൾ വെക്കാം. അയ്യോ, ഓക്കെ ഗൈസ്, ഇവിടുന്നാണ് നമുക്ക് തുടങ്ങാം. അയ്യോ, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഹെൽമെറ്റ് വെക്കടാ. ഹെൽമെറ്റ് എടുക്ക്. ഫ്രാങ്ക്ലിന് ഹെൽമെറ്റ് എടുക്കടാ. അതെൻ്റെ ഇഷ്ടം, ഞാൻ എടുത്തോളൂ. ഞാൻ ഇപ്പം എടുക്കൂ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇനി ഒന്ന് വേഗം എടുക്കും ഫ്രാങ്ക്ലിനെ. ഞാൻ എടുത്ത് പോരെ. ഇത് കുറ്റം പറയാൻ എടുക്കുമോ? ഞാനല്ലേ റാമ്പിങ് ചെയ്യുന്നേ. ഇനി എന്തിയാ, വേഗം ഒന്ന് പോ. ഓക്കെ, നമ്മളെ ഫ്രാങ്ക്ലിനെ ഇതാ കത്തിച്ച് വിടുന്നുണ്ട്.
പാപ്പൻ സീനാണ്. സീനല്ല, ഡബിൾ സീനാണ് ഗോയ്സ്. മോനെ സീന്. നമ്മൾ ഗൈസ് ആക്സിലേറ്റർ പിടിച്ച് നിൽക്കൊണ്ട് ഗൈസ് അതിനപ്പുറത്ത് എത്തി. നമ്മൾ ആടുന്ന ബ്രേക്ക് പിടിച്ചായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയതുകൊണ്ട് നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മളെ അക്കൗണ്ടിലേക്ക് 15,000 വന്നു നോക്കട്ടെ. ഗൈസ് നമ്മളെ അക്കൗണ്ടിലേക്ക് 15,000 വന്നിട്ടുണ്ട്. ഇനി എന്താക്കാം, നമുക്ക് അടുത്ത റാമ്പിൻ്റെ അടുത്ത് പോവാം. അടുത്ത റാമ്പിങ് എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു റാമ്പിങ് ഉണ്ട്. ആ റാമ്പിങ്ങാണ് നമ്മൾ ചെയ്തിതാക്കേണ്ടത്. എന്തായാലും എന്താക്കാം, നമുക്ക് ആ റാമ്പിങ് എവിടെയും ഇതൊരു വഴക്കാണ്. അയ്യോ, ചേച്ചീനെ എടുത്തിട്ട് ഞാനാണല്ലോ വീണ് എൻ്റെ ബൈക്കും പോയി. അത് സീനില്ല, ബൈക്ക് കളി നോക്കും. ചേച്ചീനെന്ത് പറ്റിക്കാം, ഒന്നും കുഴപ്പമില്ല. ചേച്ചി അഭിനയിക്കുന്നതാണ് ഗൈസ്. ചേച്ചി നമുക്ക് എന്താക്കാം, വണ്ടി എടുക്കാം ഗൈസ്. പോയിട്ട് വണ്ടി കളിച്ചാ മറ്റേ വണ്ടിൻ്റെ അടിച്ചങ്ങ് ഓടിച്ച് ആക്സിഡൻ്റാണ്. പോലീസിനെ വിളിച്ച് പറഞ്ഞേക്ക് തൽക്കാലത്തേക്ക്. ഹലോ പോലീസ്, ഇവിടെ ഒരു ആക്സിഡൻ്റ് ആണെന്ന്. ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇപ്പം വരാം. ഓക്കേസ് നമ്മൾ പോലീസ് വരുന്ന പറഞ്ഞേ. ഓക്കേസ് നമുക്ക് എന്തൊക്കെ വേഗം പോവാം. നമ്മളതിൽ ഒരു പങ്കും ഇല്ലല്ലോ, ഇവിടെ വേറെ ഒരു പാവമാണ്. ഓക്കേ ഇവിടെ ഹെൽമെറ്റ് വെക്കടാ ഫ്രാങ്ക്ലിനെ. ഞാൻ വെച്ചോളൂടാ. ഇവിടെ തപ്പട്ടെ, എൻ്റെ ഹെൽമെറ്റാണ്, മറ്റേത് പോയില്ലേ. ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രാങ്ക്ലിനെ അതൊന്ന് വെച്ചിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇവിടുന്ന് സ്പീഡിൽ പോവല്ലേ, ഇവിടുന്ന് മെല്ലെ പോയാൽ മതി. വേണം തോറ്റ് തുന്നമ്പാടി വരാൻ. ആടാ മോനെ, ഇതല്ലല്ലോ മറ്റേതല്ലേ. ആടാ ഫ്രാങ്ക്ലിനെ. അപ്പോൾ ഗൈസ് ഈ റാമ്പിങ്ങാണ് നമ്മളെ. നമുക്ക് എന്താക്കാം, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് തറച്ച് കയറാം ഗായ്സ്. നമ്മൾ ഗായ്സ് ഇതിൻ്റെ മുകളിലേക്ക് തറച്ച് കയറാൻ പോവുകയാണ്. അതിന് മുന്നേ തന്നെ വീഡിയോ എന്നാൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രാങ്ക്ലിൻ, എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് വേണ്ടേ? വേണ്ടാണ്ട് ചോറിന് കൂട്ടാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യില്ല. ഞാൻ തിന്നണ്ടേ? ഒന്നുമില്ല വീട്ടിൽ. പാവം, നമ്മുടെ ചോറിന് കൂട്ടാൻ പോലും ഒന്നും ഇല്ലാത്ത ഇവനാണ് നമ്മുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ. അല്ലടാ ഫ്രാങ്ക്ലിനെ. ആടോ, എല്ലാവർക്കും സാഡ് വന്നില്ലേ? എന്നാൽ വേഗം പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ എൻ്റെ സാഡ് മാറിക്കോളും. നിങ്ങൾ വേഗം പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ്. ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസം വ്ലോഗ് ഇടുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കണ്ടില്ലേ? ഒയ്യോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര ടാസ്ക് വേണേ എടുക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇന്ത്യൻ ബൈക്കിൽ എന്ത് ടാസ്ക് വേണേ ഞാൻ എടുക്കും. എടാ ഷോ ആർക്കൊക്കെ മതിയടാ. എൻ്റെ ചാനലാകെ ഒരു കേരളല്ലോ. എൻ്റെ വാച്ചേഴ്സാണ് എത്രയേ ഉള്ളൂ. പിന്നെ ആകെ 2% സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ബാക്കി എത്ര ശതമാനം ആൾക്കാരാണ്? 98% ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലടാ പൊട്ടാ. എന്നിട്ട് മതി പറയലൊക്കെ. എല്ലാവരും തന്നെ വേഗം പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോളി. നമ്മൾ ഈ പിന്നെ മുഹമ്മദ് ആത്തിഫ് ഇതെന്നെ കളിയാക്കാണ്. നിങ്ങൾ എന്താക്കുക വേഗം പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ്. ചെയ്തോളി. പോരെ. അപ്പോൾ ഗൈസ്, ഈ നമ്മളെ സ്വന്തം ഫ്രാങ്ക്ലിൻ രമേശന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് സബ്സ്ക്രൈബ് കൊടുത്തിരിക്കണം. നമ്മുടെ ചങ്കല്ലേ. അയ്യോ, എടാ ഫ്രാങ്ക്ലിൻ, എനിക്ക് ദേഷ്യം പിടിച്ചാ. ആടാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ കയറിയിട്ട് ആരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? എടാ ഒന്നും വിഷയമില്ലടാ. ഇനി ഫുള്ള് സെറ്റല്ലേ. ഇനി യൂട്യൂബറിൽ പിന്നെ 1K ആയില്ലേ. അതൊന്നൊരു ഭാഗ്യമല്ലേ, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടായതല്ലേടാ. അതും പറയുന്നത് ശരിയാണ്. എന്നാ കേറാലേ? കേരടാ. എനക്ക് എന്തൊരു സംശയം. ഇഞ്ചങ്ങ് അടിച്ച് കയറി വാ. നീ പറഞ്ഞോണ്ട് ആത്തിഫേ, ഞാൻ കയറുന്നു. ഇനി കയറി. അപ്പോൾ ഗൈസ്, നമ്മളെ ഫ്രാങ്ക്ലിന് ഭയങ്കര സാഡാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെന്താക്കുക, വേഗം പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് എന്താക്കുക, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഓക്കെ ഗൈസ്, ഇവന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? മറ്റോലൊക്കെ വെറുതെ മോഷ്ടിച്ചും കോഷ്ടിച്ചൊക്കെ പൈസ ഉണ്ടാക്കുന്നത്.
ഇവന് ഫുൾ ഹാർഡ് വർക്കാണ് ഗൈസ്, ഹാർഡ് വർക്ക്. എനിക്കിപ്പോൾ എത്ര കോടി കിട്ടുമെന്നറിയാം? 10 കോടി. അയ്യോ 10 കോടി 15,000 രൂപ കിട്ടും. അയ്യോ നമ്മളെ ഫ്രാങ്ക്ലിൻ നമ്മളെ മുത്തല്ലേ അല്ല ഫ്രാങ്ക്ലിന്. താങ്ക് യു ഒന്നും വേണ്ട. നീ വേഗം ഫ്രാങ്ക്ലിനെ കളിക്ക്. ആടെ ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? നീ സബൂറാവടോ. ആടെ ഞാൻ സബൂറാവാ. ഓ വെയിലായി, നേരത്തെ ഫുള്ള് തണലായിരുന്നു. ഇത് ഇവിടുന്ന് ചാടിപ്പിക്കാണ്ട് ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചാടിപ്പിക്കാം. അപ്പോൾ ഗയ്സ് നമ്മളെ ഫ്രാങ്ക്ലിൻ ഇതാ ചാടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എടാ പോവല്ല. ഒരു മിനിറ്റ് ഞാൻ അളവെടുക്കട്ടെ, നിങ്ങൾക്ക് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടിയാ. അങ്ങനെ പറ. ഓക്കെ ഗയ്സ് നമ്മളെ ഫ്രാങ്ക്ലിൻ ഇതാ ലെവലെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കോട്ട് എടുത്തോ, ഒന്നും നോക്കണ്ട, ബാക്കോട്ട് എടുത്തോ. അപ്പോൾ ഗയ്സ് നമ്മളെ ഫ്രാങ്ക്ലിൻ ഇതാ ബാക്കോട്ടേക്ക് എടുക്കാണ്. ഓക്കെ വേഗം പോടാ. അവിടെ ഈ വണ്ടിയിൽ ബാക്കോട്ട് പോകുന്ന ഇത്രയും സ്പീഡുണ്ടോ? വേറെ വണ്ടിയാണ് പിന്നെയും കുഴപ്പമില്ല. എൻ്റെ അടുത്താകെ ഒരു പൊട്ട വണ്ടിയാണ്. അങ്ങനെയൊന്നും പറയണ്ട, ഒരു പുളി വണ്ടിയൊക്കെയാണ് ഇത്. വെറുതെ കള്ളം പറയുന്നു. നിന്നെ ആരാടാ കള്ളം പഠിപ്പിച്ചേ? ആരുമല്ലടാ, നീ എന്നേ. സീന് ഞാനിപ്പം കാണിച്ചടാ. മോനെ ഫ്രാങ്ക്ലിൻ സീൻ ഗയ്സ്. ഫ്രാങ്ക്ലിൻ പ്രൊഫറ്റ് ലാൻഡ് ആവോ? മരിക്കോ ഇനി? ഇല്ല, ഞാൻ ചത്തില്ല ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോ? അവിടെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേ. അവിടെ എനിക്ക് ഹോസ്പിറ്റലിൽ പോണ? ഹോസ്പിറ്റലൊന്നും പോണ്ട, എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് കിട്ടി. നിങ്ങൾക്ക് എൻ്റെ ബൈക്കിൻ്റെ ഫ്യൂച്ചർ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫ്യൂച്ചർ. കണ്ടില്ലേ? എൻ്റെ ബൈക്കും എല്ലാം അടിച്ചു പോയി. എൻ്റെ ബുള്ളറ്റ് പ്രൂഫ് നിങ്ങൾക്ക് പിന്നെ സ്വകാര്യം അറിയൂ. ഞാനിപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് എത്ര അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഫ്രാങ്ക്ലിനെ നാളെ പറ്റിച്ചില്ലേ? ഇതൊക്കെ പറ്റിക്കില്ലല്ലോ ചെറുതായിട്ട്. നമ്മൾ ഫ്രാങ്ക്ലിൻ ഇതാ പോവുകയാണ്. ഫ്രാങ്ക്ലിന് പുതിയ വണ്ടി വേണമല്ലോ ഗൈസ്. നമുക്ക് എന്താക്കാം, ഫ്രാങ്ക്ലിന് പുതിയ വണ്ടി മേടിച്ചു കൊടുക്കാം ഗൈസ്. ഇവിടെയല്ലേ വണ്ടീനെ കട. ഇവിടുത്തെ എല്ലാ വണ്ടിയും ഈ ഫ്രാങ്ക്ലിന് ഇഷ്ടപ്പെട്ടില്ലേ? ഈ ബോട്ട് ഒഴികെ എല്ലാ വണ്ടിയും. ചേട്ടാ, ഈ ബോട്ട് ഒഴികെ എല്ലാ വണ്ടിയും പാക്ക് ചെയ്തോ. പിന്നെ ഫുൾ മോഡിഫൈഡ് ചെയ്യണം. അത് ഞാൻ നോക്കി സെറ്റാക്കാം. ഇനി വിട്ടോ? ഞാൻ വിടണോ? ഞങ്ങൾക്കൊരു റോൾസ് റോയ്സ് ഇപ്പം തന്നാക്കി തരുമോ? കട പോയിട്ട് അതല്ലേ, അത് ഞാൻ സെറ്റാക്കി തരാം. ഞാൻ വെച്ചു എടുത്തോ, ഇനി ബാക്ക് കൊണ്ടാക്കി. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ കൂടി പറഞ്ഞത് ഈ റോൾസ് റോയ്സ് മാത്രം ബാക്ക് കൊണ്ടാക്കാനാണ്. ഇപ്പോൾ ഒന്ന് റോൾസ് റോയ്സ് മാത്രം എടുത്ത് പോകുന്നതാണ് ഗൈസ്. എന്തായാലും എന്താക്കാം, നമുക്ക് ഈ റോൾസ് റോയ്സ് എടുത്തിട്ട് ബാക്കിൽ വെക്കാം. അവിടെയാണ് സർവീസിംഗ് എന്ന് പറഞ്ഞത്. നമുക്ക് എന്താക്കാം, കുറച്ചൊരു ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ റോൾസ് റോയ്സ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പത്തെ നൂല് പറഞ്ഞ് ഇതാണ് വേഗം ഇത് വേഗം എടുത്ത് പോയിട്ടെന്ന് പറഞ്ഞ് നമ്മളെ ബൈക്കെല്ലാം ഡെലിവറി ആക്കി തരുന്നതാണ്. ആ ബൈക്കും കൂടി മോഡിഫൈ തരുന്നതാണ്. ഫുള്ള് സെറ്റാക്കി തരും. നമ്മൾ ആ ഡിഫൈൻഡറും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് എന്താക്കാം, നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്താക്കാം വീടെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതൊക്കെ വണ്ടി വന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വന്നത് നമ്മളെ BMW, പിന്നെ വന്നത് നമ്മളെ ഓഡിയോ, പിന്നെ വന്നത് നമ്മളെ ഡിഫൈൻഡർ, പിന്നെ വന്നത് GTR, പിന്നെ വന്നത് GTR Mustang, പിന്നെ വന്നത് റോൾസ് റോയ്സ് എല്ലാം ഫുള്ള് മോഡിഫൈഡ് ചെയ്തിട്ടാണ്. പിന്നെ
നമ്മളെ മറ്റേ പഴയ ബൈക്കൊന്നും പുതിയ പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നിഞ്ച HTR ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ വണ്ടികൾ ഗൈസ്. നമ്മളെ വണ്ടികൾ ഇഷ്ടപ്പെട്ടാൽ വേഗം ലൈക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഈ BMW സ്റ്റോർ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ഓഡിയോ സ്റ്റോർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ ഡിഫൻഡർ സ്റ്റോർ കമൻറ്റ് ചെയ്യുക, പിന്നെ GTR സ്റ്റോർ എന്താക്കാന്ന് പറയട്ടെ. ഞാൻ പറയാ, ഈ വീഡിയോ ഫുള്ള് കാണാം. പിന്നെ GTA മസ്റ്റാങ് ഇഷ്ടമുള്ളവർ എന്താക്കാം, നമ്മളെ ചാനൽ ഫുള്ള് കാണേ. പിന്നെ റോൾസ് റോയ്സ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനലിലത്തെ ഫുൾ വീഡിയോ കാണാം. ഓക്കെ, അതൊക്കെയാണ് നമ്മളെ. പിന്നെ നമ്മളെ നിഞ്ച HTR ചെറിയൊരു നിഞ്ച HTR ഇഷ്ടർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിഞ്ച HTR എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ, സീ യു.